ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറി പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സംഭവമല്ല. ഒരു ദിവസം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഈവൻ അതിനുള്ളിൽ നിൽക്കാൻ പറ്റിയ വലിയ കാര്യമാണ്. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന പറഞ്ഞാൽ അതിൽ പലരും പറയുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ കാണിച്ചത്. പക്ഷേ നമ്മുടെ ഒരു ജേണി ആ ഒരു ബിഗ് ബോസ് വരെ എത്തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം ഞാൻ സീസൺ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ റിവ്യൂ ചെയ്യൽ നിർത്തിയെന്ന്. ഇപ്പോഴും ഞാൻ റിവ്യൂ ചെയ്യുന്നത് എല്ലാ വശവും നോക്കിക്കൊണ്ടാണ്. കാരണം നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിൽ ഞാൻ 36 ഡേയ്സ് എങ്കിൽ 36 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ, എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ ലൈക്ക് മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സായി ഇന്ന് വൈഫിനോട് പറയുന്നുണ്ട്, നമ്മൾ പുറത്തിരുന്ന് കാണുന്നില്ലേ, സത്യത്തിൽ നീ അതുപോലെ അല്ല കാര്യങ്ങളൊന്നും. അതായത് നീ ഇപ്പം കാണുന്ന എന്നെയല്ലേ, ഞാനല്ല ശരിക്കുള്ള ആളെന്ന് പറഞ്ഞ മാതിരി സായി തോളത്ത് കൈയിട്ട് സ്നേഹോട് പറയുന്നുണ്ട്, പുറത്ത് നമ്മൾ കാണുന്നില്ല, അതുപോലെ ഒന്നല്ല ഇതെന്ന്. ഈ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു അറഞ്ചും പുറഞ്ചും കാറിലിരുന്ന് ഓരോരുത്തരെയും വലിച്ചു കയറിക്കൊണ്ടും ഇപ്പോഴും സ്നേഹ പുറത്തിരുന്ന് വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന 2 ആൾക്കാർ മനസ്സിലാക്കിയ ഒരു നഗ്ന സത്യമാണ്, അകത്തിരുന്ന് കാണുന്ന അകത്തെ സംഭവങ്ങളൊന്നും അല്ല പുറത്തിരുന്ന് കാണുന്ന പോലെ എന്നുള്ളത്. ഗൈസ്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല. 2 ആൾക്കാർ തമ്മിൽ തല്ലുന്ന കാണുന്നു, 2 ആൾക്കാർ തമ്മിൽ തല്ലുമ്പോഴുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ആ വഴക്ക് എന്തോരം ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി, എത്രത്തോളം ഇവരുടെ മെൻ്റൽ ഹെൽത്ത് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അവരെന്ത് പാവങ്ങളാണല്ലേ, അല്ലെങ്കിൽ എന്ത് അവസ്ഥയെന്ന് തോന്നിപ്പോവും. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. ഓക്കെ, 101% സ്ക്രിപ്റ്റഡ് ഷോ അല്ല. ബട്ട് ഇറ്റ്സ് എ പ്യുവർലി എഡിറ്റഡ് ഷോ. ഓക്കെ, എഡിറ്റഡ് ആണ് ഷോ. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം സായിക്ക് അവർ തിരിച്ചറിവ് ഉണ്ടായേക്കാണ്. ഇതേപോലെ ഇനിയും ഇൻഫ്ലുവൻസേഴ്സ്, റിവ്യൂവറൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു സത്യം മനസ്സിലാക്കട്ടെ. പുറത്ത് നിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല. ബിഗ് ബോസ് തീരുമാനിക്കുന്ന സീൻസാണ് പുറത്തേക്ക് പോകുന്നത്. ഉദാഹരണത്തിന് 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഇപ്പം നോറയും ജാസ്മിനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ നോറ ജാസ്മിൻ്റെ അടുത്തേക്ക് പോയിട്ടായിരിക്കും വഴക്കുണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നത് നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്, ജാസ്മിൻ്റെ അടുത്തേക്ക് വെറുതെ നോറ പോയി മെക്കെട്ട് കയറുകയാണെന്നുള്ളത്. പക്ഷേ ഓൾറെഡി നോറയായിരിക്കും വന്ന് ഇവർ തമ്മിൽ ഓൾറെഡി ഒരു വഴക്കപ്പുറത്ത് നടന്നിട്ടുണ്ടാവും. ആ സംഭവത്തിന് എഡിറ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് അപ്പോൾ അവർ തീരുമാനിക്കും പ്രേക്ഷകർ എന്ത് കാണണം, എങ്ങനെ തിരിക്കണം എന്നുള്ളത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ആരെ ജഡ്ജ് ചെയ്യുന്നത്, ഈ കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ ബിഗ് ബോസിൻ്റെ ടോയ്സാണ്, നിരപരാധികളാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷേ എഡിറ്റഡ് ഷോസ് ആകുമ്പോൾ നമ്മൾ പല രീതിയിലും പല ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയും ഇഷ്ടപ്പെടുകയും വെറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സായി ഇന്നലെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ പുറത്ത് നിന്ന് കാണുന്ന പോലെ അല്ല അകത്ത്. എഗെയിൻ ഐ റിപ്പീറ്റ്, ഇറ്റ്സ് എ എഡിറ്റഡ് ഷോ. ഗുഡ് ബൈ.